പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. 119 സങ്കീർത്തനം 71, 73 വാക്യങ്ങൾ. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. സങ്കീർത്തകന്റെ അനുഭവത്തിൽ നിന്ന് വരുന്ന വാക്കുകളിൽ നിന്ന് കഷ്ടതകളുടെ കളരിയിലാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പഠിക്കുന്നത് എന്നാണ്. നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്നു, വിരുദ്ധതകൾ ആവശ്യം, എന്നാൽ വിരുദ്ധതകൾ വരുത്തുന്നവൻ അയ്യോ കഷ്ടം എന്ന്. കമ്പുകൾ മുറിച്ചു കളയുന്നത് കൊണ്ട് പനിനീർ ചെടി പുഷ്പസമൃദ്ധമാകുന്നു. നിയന്ത്രണ വിധേയമായി കറിയെടുക്കുന്നത് കൊണ്ടാണ് റബ്ബർ മരങ്ങൾ ഭംഗിയായി വളരുന്നത്. ചെത്തി വെടിപ്പാക്കുന്നത് കൊണ്ടാണ് മുന്തിരിവള്ളി അധികം ഫലം നൽകുന്നത്. നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്നു, അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു എന്ന്. എന്നാൽ വേറൊരു കൂട്ടരെയും കർത്താവ് ചെത്തിക്കളയുന്നുണ്ട്, ഫലം കായ്ക്കാത്തതിന്. ദൈവം മനുഷ്യന് അപാരമായ ബുദ്ധിശക്തിയാണ് നൽകിയിരിക്കുന്നത്. തൃക്കൈ കൊണ്ട് സൃഷ്ടിച്ചുണ്ടാക്കുക മാത്രമല്ല അവൻ ചെയ്തത്, അവൻ്റെ വായിൽ നിന്ന് വിശേഷപ്പെട്ട അനുഗ്രഹമായ ശ്വാസം ഊതി നമ്മുടെ മൂക്കിലൂടെ കയറ്റുകയാണ് ചെയ്തത്. ആ വിശ്വാസമുള്ള ഏതൊരു വ്യക്തിക്കും തൻ്റെ നാഥനെ മുറുകെ പിടിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്തുവാനും നമ്മെക്കൊണ്ട് നമ്മുടെ കർത്താവ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിറപടിയായി ഭംഗിയായി ചെയ്യുവാനും നമുക്ക് കഴിയും. അല്ലെങ്കിൽ അതിന് കഴിയണം. തോമസ് അൽവാ എഡിസനെ ക്ലാസ് ടീച്ചർ ഇറക്കി വിട്ടത് വിഡ്ഢിയെന്ന് പറഞ്ഞുകൊണ്ടാണ്. അവനെ പുറത്താക്കിക്കൊണ്ടുള്ള കത്ത് അവൻ്റെ അമ്മ ചുരുട്ടിക്കളഞ്ഞപ്പോൾ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ തുടക്കമായിരുന്നു. ആ അമ്മയുടെ തുടക്കം തൻ്റെ പൊന്നുമകനെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ശാസ്ത്രജ്ഞനാക്കി. ഒരുപക്ഷെ അവനെ ഇറക്കി വിട്ടില്ലായിരുന്നുവെങ്കിൽ, പ്രതിസന്ധികൾ അവന് ഉണ്ടായിരുന്നില്ല എങ്കിൽ 1000 ചെല്ലുവാനും കണ്ടുപിടുത്തങ്ങൾ നടത്തുവാൻ അവന് കഴിയുമായിരുന്നില്ല. വെള്ളിയാഴ്ച സന്ധ്യാപ്രാർത്ഥനയിൽ ഇപ്രകാരം ചൊല്ലുന്നു: സൃഷ്ടിച്ചന്മേൽ നിൻ കൈവച്ചു, അപാരമായ കഴിവുകളോടുകൂടിയാണ് ദൈവം എന്നെയും നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് നാം കണ്ടെത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പാശ്ചാത്യ ഭവനങ്ങളിൽ സന്ദർശന മുറി അലങ്കരിക്കുന്ന മേപ്പിൾ വൃക്ഷത്തിൻ്റെ പലയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവയിൽ പ്രാവിൻ കണ്ണുകൾ പോലുള്ള പൊട്ടുകൾ ഉണ്ടത്രേ. ആ അലങ്കാര കണ്ണുകൾ വൃക്ഷത്തിൽ ഉണ്ടായത് ചെറുപ്രായത്തിൽ ഈച്ചകൾ കുത്തി ഉണ്ടായവയാണത്രേ. പുഴുക്കുത്തും ഈച്ചക്കുത്തുകളും ആ പലകളെ ഭംഗിയുള്ളവയാക്കുന്നു. ഒരു പക്ഷേ അവ അനുഭവിച്ച വേദനകൾ അതിഭയങ്കരവുമായിരിക്കും. ഭക്തിയും വിശ്വാസമുള്ള മനുഷ്യൻ കഷ്ടതയിലാവുന്നത് അവർക്കും സമൂഹത്തിനും ഗുണപ്രദമായി തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയനായ നാഥ, പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും തളർന്നു പോകാതെ അവയെല്ലാം എൻ്റെ അനുഗ്രഹത്തിന്, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള നിന്റെ പ്ലാനും പദ്ധതിയും ആണെന്ന് ഉൾക്കൊള്ളുവാനും നിന്നുള്ള ആശ്രയഭാവത്തോടെ കുരിശെടുത്ത് നിന്നെ അനുഗമിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതൃത്ര പരിശുദ്ധാത്മാവായ ത്രേയ ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ.